വിഷയമുള്ള അപ്പം നമ്മൾ എല്ലാവരും പല എപ്പോഴും ഒന്ന് മീൻ പിടിക്കാൻ വന്നതാണ് നമ്മുടെ പുഴയിലാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമുക്ക് മീൻ പിടിക്കാം ഗൈസ്. മീൻ പിടിക്കാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് വേലയ്ക്ക് പോവാം. അപ്പോൾ നമുക്ക് വേല പോവാം. ഇവിടെ മീൻ കിട്ടില്ല. അപ്പോൾ പോവാം. പിന്നെ നിങ്ങൾക്ക് ആ ഒരു വലിയൊരു ഗീവ് അവേ തരാം ഗൈസ്. പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബർ 133 നിങ്ങൾ 10-200 ആക്കിയാൽ നിങ്ങൾ പറയുന്ന ഈ ഒരു ചൂണ്ടയോ ഇതുപോലത്തെ വേറെ 2 ചൂണ്ടയും ഒരു ഫ്ലോഗും ഞാൻ ഗീവ് അവേ തരും ഗൈസ്. പിന്നെ വേറെ ഒരു കാറും ഗീവ് അവേ തരാം ഗൈസ്. 5 പേർക്കായിരിക്കും ഗൈസ് ഗീവ് അവേ. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ഗൈസ് അപ്പോൾ പോവാണ് ഗൈസ്. ഇതാ നല്ല പോത്തുകളൊക്കെ വരുന്നുണ്ട്. ഇതാ ഷിയാന് കുറേ നേരമായി മീൻ ചൂണ്ടയൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. പക്ഷെ മീനൊന്നും കിട്ടണില്ല. ഇവൻ പറയുന്നത് 133 സബ്സ്ക്രൈബേഴ്സായി. 200 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നിങ്ങൾക്കൊരു ഗീവ് അവേ നൽകുന്നതാണ്. 5 പേർക്കാണ് ഗീവ് അവേ. അവൻ സ്റ്റിക്കും ചൂണ്ടയും കാറും ഒക്കെ തരുന്നൊക്കെയാണ് പറയുന്നത്. കൂടാതെ അവന് ഒറ്റയ്ക്കായിട്ടൊരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്കും കൂടി അവൻ പറഞ്ഞു തന്നിട്ടില്ല. അത് കൊടുക്കുമ്പോൾ പറയാ എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക. കുറെ കറക്റ്റ് ഐസ് കിട്ടില്ല. ഈ സമയം വേലയ്ക്ക് പോവാം. ഗായ്സ് ഞങ്ങൾ നടന്ന് അറ്റെത്തുന്ന് അവിടെ എത്തി. ഇവിടുന്ന് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവൻ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്കറിയില്ല. അതാ ഗൈസ് അവിടുന്ന് തവള ഓടി വരുന്നുണ്ട്. പക്ഷെ ഒരു മീൻ പോലും കടിക്കുന്നില്ല. അതാ ഗൈസ് അറ്റത്ത് കുറേ ആൾക്കാർ മീൻ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. അവർക്ക് മീനൊക്കെ കിട്ടി. പക്ഷേ നമുക്ക് മീൻ കിട്ടിയില്ല.
അവന്റെ ചൊടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാ ഗൈസ് അവന്റെ ചൂണ്ട കെട്ടുകുടുങ്ങി. നിങ്ങൾക്ക് ഞങ്ങൾ കെട്ട് കാണിച്ചു തരാം. കാണാം. അപ്പോൾ ഗായ്സ് ഇതാ അവന്റെ കുടുക്ക കഴിച്ചതാ. ഇപ്പോൾ ഒരു തവണ ഇട്ട് വീണ്ടും ഇടാൻ പോവുക നിൽക്കുകയാണ്. ഇതാ രണ്ടാമത്തെ തവണ ഇട്ടു. അതാ ഗായ്സ് ഫ്രോഗ്. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. കിട്ടുള്ളൂ 5 പേർക്കുണ്ട് ഗൈസ്. നമുക്കൊരു 1000 സബ്സ്ക്രൈബ് ആയാൽ നിങ്ങൾക്ക് 20 പേർക്ക് നമ്മൾ ഗിഫ്റ്റ്, അല്ല 30 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റിൽ പറഞ്ഞാൽ മതി. 30 സബ്സ്ക്രൈബ് 1000 സബ്സ്ക്രൈബ് ആയാൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തരും. അവൻ പ്രാന്താവുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ഒഴുക്കാണ് ഗൈസ്. ദാറ്റത്ത് നല്ല ഒഴുക്കാണ്. ഇവിടെ ഷട്ടറൊക്കെ ഇട്ട് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരു 5-10 വീഡിയോ കൊണ്ട് വരികയാണ്. കുടുങ്ങിയോ? കുടുങ്ങിയിട്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ ചെറിയൊരു കൊടുക്കുക. അപ്പോൾ അത് അയച്ചിട്ട് തരാം. ബൈ ബൈ. ഇതാ ഗൈസ് അവൻ്റെ കട്ട കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതാ അവൻ വീണ്ടും ഇടുകയാണ്. വാശിയോട് വാശിയാണ്. ഒരു മീൻ ഞങ്ങൾ പിടിച്ചിട്ട് അടങ്ങുകയുള്ളൂ. പുള്ളി കുടുങ്ങി ഗായ്സ്. അവൻ അതുകൊണ്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇനി അടുത്തത് ആ പുല്ലിൽ നിന്ന് എടുത്തിട്ട് കാണാം. ബൈ. അപ്പോൾ ഗായ്സ് നമ്മുടെ ലാസ്റ്റ് തേറാണ് അവൻ എറിഞ്ഞിരിക്കുന്നത്. ഇതിൽ കിട്ടിയില്ലെങ്കിൽ അവൻ വീട്ടിൽ പോകും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും നമ്മളൊരു മീൻ പിടിക്കാൻ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. നമ്മൾ മണ്ണിൽ വെച്ച് മീൻ പിടിക്കാൻ വീഡിയോ ഇടണം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. മണ്ണിൽ വെച്ച് മീൻ പിടിക്കണം എന്നുള്ളവർ ലൈക്ക് ചെയ്യുക. ഫ്രോഗ് പിടിച്ച് മീൻ പിടിക്കണം എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ചെയ്തോ. അതിൻ്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരു 10 പേർക്ക് അയച്ചു കൊടുത്താൽ വേറൊരു സമ്മാനം കൂടി, അല്ല ഇതിനൊരു 20 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ വേറൊരു സമ്മാനം കൂടി ഉണ്ട്. അത് കാണിച്ചു തരികയും വേണം. നമ്മുടെ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി ഗൈസ്. നല്ല താവളം വേണ്ടി. ഗൈസ് അവന്റെ കെട്ടുകൂടിയിരിക്കുകയാണ്.
ഗായ്സ് അപ്പൊ അവന്റെ ചൂണ്ട കുടുങ്ങിയിട്ടൊന്നുമില്ല, അത് അവൻ ഇടുകയാണ്. ലാസ്റ്റ് ഏറാണ് ഗായ്സ്, അതാ പാറിൻ്റെ അവിടെ കിടക്കുന്നത്. ഇതിൽ അവൻ പോയാൽ അവൻ വീട്ടിൽ പോകും എന്നാണ് പറയുന്നത്. Bye. ബൈ.